സെലിബ്രിറ്റീസ്, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പർസ്. നമ്മുടെ സൗത്തിലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഡയറക്ടർ ഗൗതം വാസുദേവ് മേനോൻ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയായിട്ട് ഒരു കൊളാബ് ചെയ്യുന്ന മൂവി ആയിട്ട് പോലും ഒട്ടും ഹൈപ്പ് ഇല്ലാതെ വന്നൊരു ഫിലിമാണിത്. അതുകൊണ്ട് തന്നെ വളരെ ഒരു ഓപ്പൺ മൈൻഡിലാണ് ഞാൻ ഈ മൂവി കാണാൻ പോയത്. ബട്ട് സ്റ്റിൽ അത്ര ഒരു സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് അല്ല എനിക്ക് കിട്ടിയത്. ആൻഡ് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ മൂവി എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ക്വാളിറ്റിയും അത്രയ്ക്കെത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. സോ എനിക്ക് പേഴ്സണലി തോന്നിയത് ഈ മൂവിയുടെ ഏറ്റവും വലിയ നെഗറ്റീവും അത് തന്നെയായിരുന്നു. ബിക്കോസ് ഈ സ്ക്രിപ്റ്റ് ഒരു യൂഷ്വൽ ഗൗതം വാസുദേവ് മേനോൻ സ്റ്റൈലിൽ കൊമേഴ്ഷ്യലൈസ്ഡ് ആക്കി ചെയ്തിരുന്നെങ്കിൽ മേ ബി വർക്ക്ഔട്ട് ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഇതൊരു അൺയൂഷ്വൽ കൈൻഡ് ഓഫ് GVMന്റെ മൂവി ആയിപ്പോയി. ഇതിൽ വരുമ്പോൾ പുള്ളിയുടേതായിട്ടുള്ള ഒരു സ്റ്റൈലോ അല്ലെ ഒരു സിഗ്നേച്ചർ ഷോട്ടോ അങ്ങനെ എടുത്ത് പറയാൻ വേണ്ടി തന്നെ ഒന്നും തന്നെ ഇതിലില്ലായിരുന്നു. ആൻഡ് ഇതിന്റെ സൗണ്ട് സ്കോർ ആൻഡ് മ്യൂസിക് കട്ട ഷോകായിരുന്നു. എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ഇതിന്റെ ഒരു സോങ് ഉണ്ട് ഓപ്പണിങ്ങിലുള്ള. ആ സീനുമായിട്ട് ഒട്ടും തന്നെ മാച്ചാവാത്ത രീതിയിൽ ഒരു ദാരിദ്ര്യം പിടിച്ച സോങ് ആയിരുന്നത്. ഒട്ടും മാച്ച് ആവണില്ലായിരുന്നത്. അങ്ങനെ ആകമൊത്തത്തിൽ ഒരു ഹൈ മൊമെന്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അതാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പർസ്. സോ കാണാൻ ആഗ്രഹമുള്ളവർ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് മാത്രം എല്ലാവരും അവരവരുടെ അഭിപ്രായം പറയും. ബൈ.